ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 17 17 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, തന്നെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും വിടുതലിന് വേണ്ടി ഒരു നീതിമാൻ്റെ പ്രാർത്ഥന എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാവീദ് ദൈവം മുൻപാകെ താൻ നീതിമാനാണ്, ഈ വിഷയത്തിൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ദൈവത്തോട് യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൽ ശരണമാക്കുന്ന ഒരു ദാവീദിനെയാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുകയോ സ്വന്തം ശരീരബലത്തിൽ ആശ്രയിക്കുകയോ സ്വന്തം സൈന്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ പടയാളികളുടെ ഒന്നും സഹായം കൊണ്ടല്ല തനിക്ക് വിടുതൽ ലഭിക്കുന്നത്, തനിക്ക് ജയം ലഭിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അറിയാമായിരുന്ന ഒരു ദാവീദാണ് ഈ പ്രാർത്ഥന ചെയ്യുന്നത്. പറയുന്നത്, നിൻ്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. അതായത് ഞാൻ നിൻ്റെ മുൻപാകെ നീതിമാനാണ്, ഞാൻ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ. അതുകൊണ്ട് നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, നീ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, എന്നാൽ ദുരുദ്ദേശമൊന്നും നീ എന്നിൽ കണ്ടിട്ടില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അങ്ങയുടെ മുൻപാകെ ഞാൻ നിൽക്കുന്നത് എൻ്റെ നീതി പ്രവർത്തികൾ കൊണ്ടാണെന്നല്ല പറയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത നീ അറിയുന്നല്ലോ എന്നാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത, ഞാൻ നിൻ്റെ മുൻപാകെ എൻ്റെ ഹൃദയം തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പോൾ ദാവീദ് അത്ര ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് കർത്താവുമായിട്ടുണ്ടായിരുന്നത്. അല്പം ധൈര്യത്തോടുകൂടെ തന്നെ തനിക്ക് പറയാം, ദൈവം മുൻപാകെ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും വളരെയധികം ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അതുപോലെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നെടുമ്പാടും വീണ് കിടന്ന് കുറ്റം സമ്മതിച്ച് അതിന് ക്ഷമ ചോദിക്കുന്നതിന് മടിയില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു. തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്കിൽ തന്നെയും അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. കാരണം അനുതാപമുള്ള ഹൃദയത്തെ, പശ്ചാത്താപമുള്ള ഹൃദയത്തെ ഒരു നിർമ്മല ഹൃദയമായിട്ടാണ് ദൈവം കരുതുന്നത്. അതുകൊണ്ടാണ് അതുപോലെ ഹൃദയം മുഴുവനും നന്ദിയുള്ള ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. കർത്താവ് ഓരോ സമയത്തും തൻ്റെ ജീവിതത്തിൽ ചെയ്തിരുന്ന നന്മകൾ ഓരോന്നും എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുപോലെ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചിരുന്നു. ദൈവമാണ് തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, തൻ്റെ കൈയുടെ ബലമല്ല, അല്ലെങ്കിൽ തനിക്കുള്ള ആ പടയാളികളോ മറ്റ് സമ്പത്തോ സമൃദ്ധിയോ ഒന്നുമല്ല തനിക്ക് ആശ്രയമായിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. ദാവീദിൻ്റെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ബാലനായിരിക്കുമ്പോഴാണല്ലോ ഗോലിയാത്തിനെ നേരിടാൻ പോകുന്നത്. ശൗല് പടച്ചട്ടയും വാളും ഒക്കെ കയ്യിൽ കൊടുത്തു, ഇത് ഇട്ടോണ്ട് നീ പോ. അപ്പോൾ പറയുന്നത് എന്താ, ഇല്ല എനിക്കിത് പരിചയമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കിത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ പടച്ചട്ടയൊക്കെ അങ്ങ് മാറ്റിക്കളയുകയാണ് ചെയ്യുന്നത്, മാറ്റി വയ്ക്കുകയാണ്. പിന്നിലോ എന്ത് ആശ്രയിക്കുന്നത്, ദൈവമേ നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശത്രുവിനെ നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോലിയാത്തിനെ നേരിടാനായിട്ട് പോകുന്നത്. യഹോവയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ നേരെ വരുന്നു എന്നാണ് പറയുന്നത്. ദാവീദ് അതിനു മുൻപ് പറയുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം പറയുകയാണ്. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ധൈര്യമാണ്, യഹോവയിലുള്ള ധൈര്യമാണ് തന്നെ മുന്നോട്ട് നടത്തുന്നത്. അല്ലാതെ
തൻ്റെ ബലമൊന്നുമല്ല, അല്ലെങ്കിൽ തനിക്കുള്ള മിടുക്കോ, ഇതിലൊന്നിലുമല്ല ആശ്രയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അനുഭവമുള്ള കാര്യമാണ്. എൻ്റെ ശത്രു, അതായത് ഞാൻ ബാലനായിരിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരുന്ന ആടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വനത്തിലായിരുന്നപ്പോൾ എൻ്റെ നേരെ വന്യമൃഗങ്ങൾ വന്നിട്ടുണ്ട്. ആ മൃഗങ്ങളെയൊക്കെയും കൊല്ലുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവമാണ് എനിക്കതിന് കൃപ തന്നത്. അതുകൊണ്ട് ഇവിടെയും ദാവീദ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവമേ, ഇത്രയും നാൾ നീയാണ് എന്നെ നടത്തിയത്. ഞാൻ തന്നെ പ്രതികാരം ചെയ്യാൻ ഒരിക്കലും ഞാൻ പോയിട്ടില്ല. കാരണം നമുക്കറിയാം ദാവീദിൻ്റെ കഥ. പല സന്ദർഭങ്ങളിൽ ശൗലിനെ കൊല്ലാനായിട്ടുള്ള നല്ല സന്ദർഭങ്ങൾ കിട്ടി. പക്ഷേ ദാവീദ് ഒരിക്കലും സ്വയമായിട്ട് ശൗലിനെ കൊല്ലാനോ കൊല്ലിപ്പിക്കാനോ ട്രൈ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിലാണ്? ദൈവത്തിലാണ് ആശ്രയിച്ചത്. ദൈവത്തിൻ്റെ കരുണയിലാണ് ആശ്രയിച്ചത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എൻ്റെ ശത്രുക്കളിൽ നിന്നും ദൈവം എനിക്ക് വിടുതൽ തരും. എൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലത അവൻ അറിയുന്നു. ഞാൻ എന്നും അവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമെന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ തൻ്റെ നിർമ്മലതയെ ദൈവ മുൻപാകെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതേ മാനസികമായിട്ടുള്ള അവസ്ഥയും ആ ആറ്റിറ്റ്യൂഡും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. സ്തോത്രം.